നമസ്കാരം. ജനഹിതം 2024 20-ാം ഭാഗത്തേക്ക് സ്വാഗതം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ദയവായി ഷെയർ ചെയ്യുക. വയനാട് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. മാനന്തവാടി, കൽപ്പറ്റ, തിരുവമ്പാടി, ഏറനാട്, നിലമ്പൂർ, സുൽത്താൻ ബത്തേരി, വണ്ടൂർ തുടങ്ങി 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. സ്ഥാനാർത്ഥികൾ പ്രമുഖരായതുകൊണ്ട് തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മണ്ഡലമാണ് വയനാട്. രാഹുൽ ഗാന്ധിക്ക് വളരെ ശക്തമായ സ്വാധീനവും അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സ്വാധീനത്തിൽ രാഹുൽ ഗാന്ധിക്ക് വളരെ എളുപ്പത്തിൽ ജയിച്ചു കയറാവുന്ന ഒരു മണ്ഡലം. ഇത്തവണ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് ശ്രീ കെ സുരേന്ദ്രൻ, ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ കെ സുരേന്ദ്രൻ, സിപിഐയുടെ ദേശീയ മുഖമായ ആനി രാജ എന്നിവരാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരരംഗത്തുള്ള പ്രമുഖ സ്ഥാനാർത്ഥികൾ. കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി വളരെ എളുപ്പത്തിൽ ജയിച്ചു കയറാവുന്ന മണ്ഡലം. കഴിഞ്ഞ ഇലക്ഷനിൽ 5 ലക്ഷത്തിന് മേൽ ഭൂരിപക്ഷം നേടി വിജയിച്ച മണ്ഡലം. ഇത്തവണയും വളരെ എളുപ്പത്തിൽ വിജയിക്കുമെന്നാണ് എല്ലാവരും കണക്കുകൂട്ടുന്നത്. നമുക്ക് പരിശോധിക്കാം അവരുടെ കണക്കുകൂട്ടലുകൾ ശരിയാണോ അല്ലയോ എന്നുള്ളത്. ഇത്തവണ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ പരിശോധിക്കാം നമുക്ക് ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടുകളുടെ കണക്കുകൾ. മാനന്തവാടിയിൽ 24% പേർ BJP അനുകൂലിച്ചപ്പോൾ 40% പേർ UDF-നെയും 32% പേർ LDF-നെയും അനുകൂലിക്കുന്നു. മാനന്തവാടിയിലെ വോട്ടിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 36,619 വോട്ടുകൾ BJPക്കും 61,032 വോട്ടുകൾ UDF-നും 48,825 വോട്ടുകൾ LDF-നും ലഭിക്കാം. കൽപ്പറ്റയിൽ 25% പേർ BJPയുടെ വിജയം ആഗ്രഹിക്കുമ്പോൾ 50% പേർ UDF-ന്റെ വിജയവും 22% പേർ LDF-ന്റെ വിജയവും ആഗ്രഹിക്കുന്നു. അതായത് 38,052 വോട്ടുകൾ BJPക്കും 76,104 വോട്ടുകൾ UDF-നും 33,485 വോട്ടുകൾ LDF-നും ലഭിക്കാം. തിരുവമ്പാടിയിൽ 29% പേർ BJPയുടെ വിജയം ആഗ്രഹിക്കുമ്പോൾ 48% പേർ UDF-ന്റെ വിജയവും 20% പേർ LDF-ന്റെ വിജയവും ആഗ്രഹിക്കുന്നു. 41,472 വോട്ടുകൾ വരെ BJPക്കും 68,644 വോട്ടുകൾ വരെ UDF-നും 28,601 വോട്ടുകൾ വരെ LDF-നും ലഭിക്കാം. ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ 28% പേർ BJPയുടെ വിജയം ആഗ്രഹിക്കുമ്പോൾ 49% വോട്ടർമാരും UDF-ന്റെ വിജയവും 21% വോട്ടർമാർ LDF-ന്റെ വിജയവും ആഗ്രഹിക്കുന്നു. 40,116 വോട്ടുകൾ BJPക്കും 70,203 വോട്ടുകൾ UDF-നും 30,087 വോട്ടുകൾ LDF-നും ലഭിക്കാം. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ 24% പേർ BJPയുടെ വിജയം ആഗ്രഹിക്കുമ്പോൾ 54% വോട്ടർമാർ UDF-ന്റെ വിജയം ആഗ്രഹിക്കുന്നു. 20% പേർ LDF-ന്റെ വിജയവും. 41,569 വോട്ടുകൾ BJPക്കും 93,530 വോട്ടുകൾ UDF-നും 34,641 വോട്ടുകൾ LDF-നും ലഭിക്കാം. സുൽത്താൻ ബത്തേരി നിയമസഭാ മണ്ഡലത്തിൽ 28% പേർ BJPയുടെ വിജയം ആഗ്രഹിക്കുമ്പോൾ 52% വോട്ടർമാർ UDF-ന്റെ വിജയവും 18% വോട്ടർമാർ LDF-ന്റെ വിജയവും ആഗ്രഹിക്കുന്നു. 46,880 വോട്ടുകൾ BJPക്കും 87,064 വോട്ടുകൾ UDF-നും 30,137 വോട്ടുകൾ LDF-നും ലഭിക്കാം. വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ 24% പേർ BJPയുടെ വിജയം ആഗ്രഹിക്കുമ്പോൾ 53% പേർ UDF-ന്റെ വിജയവും 20% പേർ LDF-ന്റെ വിജയവും ആഗ്രഹിക്കുന്നു. 40,783 വോട്ടുകൾ വരെ BJPക്കും 90,063 വോട്ടുകൾ വരെ UDF-നും 33,986 വോട്ടുകൾ വരെ LDF-നും ലഭിക്കാം. ആകെ വോട്ടുകൾ കണക്കുകൂട്ടുമ്പോൾ 2,87,491 വോട്ടുകൾ BJPക്കും 5,46,640 വോട്ടുകൾ UDF-നും 2,39,762 വോട്ടുകൾ LDF-നും ലഭിക്കാം. അതായത് ശ്രീ രാഹുൽ ഗാന്ധിക്ക് 5,46,640 വോട്ടുകൾ, BJPയുടെ ശ്രീ കെ സുരേന്ദ്രന് 2,85,491 വോട്ടുകൾ, CPIയുടെ ആനി രാജയ്ക്ക് 2,39,762 വോട്ടുകൾ. 2,61,149 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി വിജയിക്കാനാണ് സാധ്യത. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വളരെയധികം കുറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ LDF-ന്റെ സ്ഥാനാർത്ഥിയായ ശ്രീമതി ആനി രാജ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്നതും നമുക്ക് മനസ്സിലാവുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇങ്ങനെ ഉള്ള കണക്കുകൾ ശരിയാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.